ഇന്ന് നമ്മളൊരു ലഞ്ചാണ് ഉണ്ടാക്കുന്നത്. നല്ല മീൻ കറിയൊക്കെ ചേർത്തിട്ടുള്ളൊരു ഊണ്. ഒരു ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻ കറിയാണ്. മുരിങ്ങക്കോലും തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ള കറിയാണ്. ഇതിൻ്റെ കൂടെ പിന്നെ വേറെ 2 കറികളും കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു സിമ്പിൾ ലഞ്ചാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കാണിച്ചിരിക്കുന്ന ഓരോ റെസിപ്പീസും ഏത് സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ വീഡിയോ കാണുമ്പോൾ എളുപ്പമായിരിക്കും. അത് ആ സമയം എടുത്തിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം നമുക്ക് മീൻ കറി ഉണ്ടാക്കി വയ്ക്കാം. ഞാൻ ഇന്ന് ചൂരമീൻ വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. 1/2 കിലോ ചൂരമീൻ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വയ്ക്കാം. പിന്നെ ഇതിനകത്ത് നമ്മൾ കുറച്ച് മുരിങ്ങക്കായും തക്കാളിയും ചേർക്കുന്നുണ്ട്. 2 മുരിങ്ങക്കായും 1 വലിയ തക്കാളിയും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 15-20 ചെറിയ ഉള്ളിയോളം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഉള്ളിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാവേ. എൻ്റെ വീട്ടിലൊക്കെ അത്യാവശ്യം നല്ല അളവിൽ ഉള്ളി ചേർത്തിട്ടാണ് മീൻകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത്. പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, 1 വലിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, പിന്നെ 2 പച്ചമുളക്. ട്രിവാൻഡ്രം മീൻ കറിയിൽ ഈ പച്ചമുളകിന് പകരം ചിലർ തൊണ്ടൻ മുളക് അല്ലെങ്കിൽ നമ്മൾ സാമ്പാർ മുളക് എന്ന് പറയത്തില്ലേ, അത് ചേർക്കാറുണ്ട്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ ഈ 2 പച്ചമുളകിന് പകരം 2-3 തൊണ്ടൻ മുളക് ചേർത്താലും മതി. പിന്നെ കുറച്ച് വാളൻപുളി വേണം. ഈ മീൻ കറിയിൽ വാളൻപുളി തന്നെ ഉപയോഗിക്കണേ, കൊടംപുളി അല്ല ചേർക്കുന്നത്. ഇപ്പോൾ ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിനുള്ള പുളി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് പിഴിഞ്ഞ് നമ്മൾ മീൻ കറിയിലോട്ട് ചേർത്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് 5 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 5 ടീസ്പൂൺ മുളക് പൊടിയും 7 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ച ചുവയൊന്ന് മാറണം. മുളക് പൊടിയേക്കാളും ഒരല്പം കൂടുതലാണ് മല്ലിപ്പൊടി ചേർക്കേണ്ടത് കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറ്റിയെടുക്കാം. ഇത്രയും മതി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു മിക്സി ജാറിലിട്ട് 1/2 മുറി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ ചൂടാക്കി വെച്ച പൊടികൾ 2 ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണം, ഒട്ടും തരിയില്ലാതെ ഇതുപോലെ അരച്ചെടുക്കാം. ഇനി ഒരു മൺചട്ടി ചൂടാക്കി അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഉലുവ പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നേരത്തെ നമ്മൾ തേങ്ങ അരച്ചില്ലേ, ആ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിനകത്ത് നമ്മൾ എടുത്തു വെച്ച ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഇട്ടിട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ചുവ മാറണം. ഈ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരണം. ഉള്ളിയൊക്കെ ഇതുപോലെ നന്നായിട്ട് വാടി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റാം, ആ പൊടിയുടെ പച്ച ചുവയെന്ന് മാറാനായിട്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങാക്കോലും തക്കാളിയും കൊണ്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയം വേണ്ട, ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ തേങ്ങ അരച്ചത് ഇതിനകത്തേക്ക് ചേർക്കാം. ആ മിക്സി ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചിട്ടുണ്ട്. നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന വാളൻപുളി പിഴിഞ്ഞതും കൂടി ഒഴിച്ചു. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കറിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഇതിപ്പോൾ തേങ്ങ അരച്ച മീൻകറി ആയതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഇല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് വറ്റിപ്പോവും, ഒട്ടും കറി കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി ഒരു 2-2.5 കപ്പ് വെള്ളത്തോളം ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പും മീനും ഇട്ടാൽ മതി. അപ്പോൾ കറി ഇതേ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടാം. നമ്മൾ എടുത്തു വെച്ച മീൻ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. കറി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് തീ കുറച്ച് വെച്ച് കറി ആവശ്യത്തിന് വറ്റി മീൻ കഷ്ണങ്ങളും വെന്ത് വരുന്നത് വരെ വേവിക്കണം. നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി. ഞാനത് ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചതാണ്. അപ്പം നന്നായിട്ട് എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയ കറിയാണ് കേട്ടോ. മീൻ കറിയൊക്കെ എപ്പോഴും നമ്മൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കണം. കുറച്ച് സമയം ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളി മുരിങ്ങാക്കോലും തക്കാളിയൊക്കെ ചേർത്ത ട്രിവാൻഡ്രം സ്റ്റൈൽ ഫിഷ് കറി. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ രസമാണ്. പച്ചമാങ്ങ വെച്ചിട്ടുള്ള രസം. അപ്പോൾ ഒരു പച്ചമാങ്ങ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചു. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ്. അതൊരു കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു.
കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 3-4 വിസിൽ വരണം. മാങ്ങ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം. ഇത് വെറുതെ പാനിലിട്ട് വേണമെങ്കിലും കുക്ക് ചെയ്യാം, പക്ഷെ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇതേ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കതിനെ സ്പൂൺ വെച്ച് അങ്ങ് നല്ലോണം ഉടച്ചെടുക്കാൻ പറ്റണം. ഈ ഒരു രീതിയിൽ വെന്ത് കിട്ടണം. ഇതിനകത്തുള്ള കൂടുതലുള്ള വെള്ളം കുഴപ്പമില്ല കേട്ടോ. എന്തായാലും രസത്തിൽ നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് റെഡിയായി. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കുക. ജസ്റ്റ് 1 ടീസ്പൂൺ മതി. എണ്ണ ചൂടാകുമ്പം 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. 1/4 ടീസ്പൂൺ ഉലുവ. ഇതിനകത്തേക്കൊരു 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ രസത്തിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുമേ. ഉള്ളി ഇതുപോലെ മൂത്ത് വന്നു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. രസത്തിൽ ചിലർക്ക് നല്ലോണം വെളുത്തുള്ളി ചേർക്കുന്നത് ഇഷ്ടമായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്താൽ മതി. അപ്പോൾ വെളുത്തുള്ളിയുടെ ഒരു പച്ചപ്പൊന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച മാങ്ങ ആ വെള്ളത്തോടുകൂടി തന്നെ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിൽ നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും. ഒത്തിരി മസാലകൾ ഇതിനാവശ്യമില്ല, ചെറുതായിട്ട് കുറച്ച് മാത്രം ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് നമ്മൾ പുളി ചേർക്കുന്നില്ല. വാളം പുളിയോ തക്കാളിയോ ഒന്നും ചേർക്കത്തില്ല. മാങ്ങ തന്നെ അത്യാവശ്യം നല്ല പുളിപ്പുണ്ടാവും. അഥവാ നിങ്ങൾ ഉപയോഗിക്കുന്ന മാങ്ങയ്ക്ക് പുളി കുറവാണെങ്കിൽ മാത്രം കുറച്ച് വാളം പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്താൽ മതി. അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിൽ ആവശ്യത്തിന് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. കായം പക്ഷേ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. ടേസ്റ്റ് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പിടാം. കുറച്ച് കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ മല്ലിയിലയാണ് ചേർത്തത്. ഒരു 5 മിനിറ്റ് നല്ലോണം ഒന്ന് തിളപ്പിച്ച് എടുക്കുമ്പോൾ രസം റെഡിയാവും. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ രസം റെഡി. നമ്മൾ പച്ചമാങ്ങയൊക്കെ വേവിച്ച് ചേർത്തതിൻ്റെ നല്ലൊരു ഫ്ലേവറുള്ള രസമാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ മാങ്ങയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സമയമാണല്ലോ. അപ്പോൾ ഇനി അടുത്തത് ഒരു മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ ഒരു പൊരിയൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ക്യാബേജും ഉരുളക്കിഴങ്ങും വെച്ചിട്ടാണത് ഉണ്ടാക്കുന്നത്. ഒരു ചെറിയ ക്യാബേജിൻ്റെ പകുതി നീളത്തിന് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു 2 ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ നീളത്തിന് കനം കുറച്ച് കട്ട് ചെയ്തത്, 1-2 സവോള, വലിയ സവോള ആണെങ്കിൽ 1 എടുത്താൽ മതി, അല്ലെങ്കിൽ 2 നീളത്തിന് അരിഞ്ഞതും 1-2 പച്ചമുളകും, ഇത്രയാണ് വേണ്ടത്. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. ഞാൻ ഇതിനകത്ത് കടുക് ചേർത്തിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവോളയും പച്ചമുളകും അതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. സവോള നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇതിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. സവോള ഇതുപോലെ നന്നായിട്ട് വാടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടിയും, കാശ്മീരി മുളക് പൊടിയാണ്, അതും കൂടി ഇട്ടു. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികൾ നല്ലോണം ഒന്ന് മൂത്ത് വരണം, അതിൻ്റെ പച്ചപ്പ് നന്നായിട്ട് മാറണം. ഈ ക്യാബേജ് ഉരുളക്കിഴങ്ങൊന്നും ഒരുപാട് മസാല പിടിക്കുന്ന സാധനങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് പൊടികൾ ചേർക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ അളവിൽ കുറച്ച് മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ മസാലകളുടെ ഒരു കുത്തു തോന്നും. ഇനി നമ്മൾ എടുത്തു വെച്ച ക്യാബേജും ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കാം. മസാല ചേർത്ത് നല്ലോണം ഇളക്കിയെടുക്കണം. ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട. ഏറ്റവും ചെറിയ തീയിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് വെന്ത് കിട്ടും. ക്യാബേജ് ആയാലും ഉരുളക്കിഴങ്ങായാലും നമ്മൾ കനം കുറച്ച് അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ചെറിയ തീയിൽ ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ അതേ ക്യാബേജ് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും റെഡിയായി. ഒരു 5 മിനിറ്റൊക്കെ എടുക്കത്തുള്ളൂ. ഞാനിത് ഇടയ്ക്ക് 2-3 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാബേജ് അത്യാവശ്യം നല്ലോണം ഒന്നിങ്ങനെ മൊരിഞ്ഞ് വരണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഞങ്ങൾ എപ്പോഴും സാധാരണ എല്ലാവരും ക്യാബേജ് വെച്ചിട്ട് തോരനല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും ഇഷ്ടമാവും. നല്ലൊരു ടേസ്റ്റാണ്. ഒട്ടും തന്നെ ക്യാബേജിൻ്റെ ഒരു ചൊവയൊന്നും ഉണ്ടാവത്തില്ല. പ്രത്യേകിച്ച് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഊണ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻ കറി, മുരിങ്ങാക്കോലിട്ട മീൻ കറി.
അതിൻ്റെ കൂടെ പച്ചമാങ്ങ രസം, ഉരുളക്കിഴങ്ങ്, ക്യാബേജ് മെഴുക്കുവരട്ടി. നിങ്ങൾ മീൻ കഴിക്കില്ല, വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ മാങ്ങ രസവും മെഴുക്കുവരട്ടിയും മാത്രം മതി. ഒരു ചെറിയ അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. ഇതുപോലെ തന്നെ നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.